ഹല്ലേലൂയ, സ്തോത്രം. ലോകമെമ്പാടും ഉള്ള ക്രൈസ്തവർ, അക്രൈസ്തവർ എല്ലാം തന്നെ കർത്താവിൻ്റെ ഉയർപ്പിനെ ആഘോഷിക്കുന്ന ഒരു പകൽക്കാലമാണ്. ഉണ്ടോ? ഞാനിങ്ങനെ പറയായിരുന്നു, ഡാനി, ഈ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ 50 നോയമ്പ് എന്നൊരു സംഭവമുണ്ട്. 50 നോയമ്പ് ഈ ദിവസത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്ന ഉയർപ്പാഘോഷിക്കാൻ വേണ്ടിയിട്ടല്ല. എങ്ങനെയെങ്കിലും അവർക്ക് ചിക്കനും മട്ടനും ബീഫും കഴിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം അവർക്ക് തുടങ്ങും. അങ്ങനല്ലേ? 50 നോയമ്പ് വെജിറ്റേറിയൻ കഴിച്ചിട്ട് ഇന്ന് മാത്രമേ അവർക്ക് ഇറച്ചി മീനും കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്പം മദ്യപിക്കണമെങ്കിൽ അവർക്ക് ഇന്ന്, അവർ ഈസ്റ്റർ പ്രതീക്ഷിക്കുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നോൺ വെജ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈസ്റ്ററിൽ, നമുക്ക് ഈസ്റ്റർ പ്രത്യേകിച്ച് ആ ദിവസത്തിന് പ്രത്യേകതയൊന്നുമല്ല. നമ്മൾ ഈസ്റ്ററിന് വേണ്ടി കാത്തിരിക്കുകയല്ല, നമ്മൾ ഈസ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതല്ല. പക്ഷേ നമ്മുടെ ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മരണവും അടക്കവും പുനരുത്ഥാനവും ആഘോഷിക്കാൻ പോവുകയാണ്. ഉണ്ടോ നിങ്ങൾ? ഞാൻ രാവിലെ തിരുവല്ലയിലായിരുന്നു. അവിടെ ഞങ്ങളിങ്ങനെ ഇപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളിങ്ങനെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഈ നമ്മുടെ പ്ലസന്റ് മേമനൊരു പാട്ടുണ്ട് അല്ലേ, കാൽവറിയിൽ വൈരികളിൻ ആയുധം നിർവീര്യമായി, അടിപ്പിണറിൽ വ്യാധികളിൻ വേരുകൾ നിർവീര്യമായി. ഉണ്ടോ നിങ്ങൾ? നമ്മൾ അല്പസമയം പാടി ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുക. കർത്താവിൻ്റെ ക്രൂശു മരണത്തെ നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. സത്യത്തിൽ ഞാൻ ഇവിടെ വന്നതും, ഞാൻ ഈ പ്രസംഗിക്കുന്നതും, നിങ്ങൾ ഇവിടെ വന്നതും യേശു കർത്താവിൻ്റെ മരണവും അടക്കവും പുനരുത്ഥാനവും സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരർത്ഥമില്ല. നമ്മളെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ആകർഷിച്ചതും, നമ്മൾ ഇന്നലകളിൽ നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളെ ഉയർപ്പിച്ചതും, നമ്മുടെ പാപത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് നമ്മളെ വിടുവിച്ചതുമൊക്കെ ആ കാൽവറിയാണ്. ഉണ്ടോ നിങ്ങൾ? ലോകം മുഴുവനും ഇന്നത്തെ ഈസ്റ്റർ എങ്ങനെ ആഘോഷിക്കുന്നു എന്നുള്ളത് വിഷയമല്ല. പക്ഷെ നമ്മൾ ഈ മാവേലിക്കരയിൽ, ഈ ഹോളിനകത്ത് കർത്താവിൻ്റെ ക്രൂശ് മരണവും അടക്കവും പുനരുത്ഥാനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ അനുഭവമാക്കി നമ്മൾ അതിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോവുക. കർത്താവേ, നീ ഉയർത്തില്ലായിരുന്നെങ്കിൽ, കർത്താവേ നീ മരിച്ചില്ലായിരുന്നെങ്കിൽ, കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു ജീവിതം ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇന്നുണ്ടെങ്കിൽ ഇത് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ചില പൈശാചിക ദുഃഖങ്ങൾ ഇതിനകത്തുനിന്ന് കീഴടങ്ങുമെന്ന് പറയാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരിക്കൽ ആരെങ്കിലും ആയുധം വെച്ച് കീഴടങ്ങിയത് പിന്നെ പറയുമ്പോൾ സത്യത്തിൽ പിശാചിന് നാണക്കേടാ അല്ലേ? ദീർഘവർഷങ്ങൾ കെട്ടിക്കൊണ്ട് വന്ന ഒരു ചീട്ടുകൊട്ടാരം ഒറ്റയടിക്ക് തകർന്നു വീഴുന്നത് വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടവനായിപ്പോയി ആര്? പിശാച്. 2000 വർഷത്തിന് ഇപ്പുറവും നമ്മൾ കാൽവറിയെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, യേശുവിൻ്റെ മരണത്തിൽ ആഘോഷിക്കുമ്പോൾ സംഭവിക്കുന്നത് അവൻ നാണം കെടുകയാ. എവിടെയൊക്കെയോ നിങ്ങൾ പുറത്തു വരരുത് എന്ന് വെച്ച് പിശാച് കെട്ടിയ കെട്ടുകളും പിശാചിന്റെ പദ്ധതികളും ഈ ഒരൊറ്റ സെലിബ്രേഷന്റെ മുമ്പിൽ അത് കീഴടങ്ങുമെന്നും, നീ ഒന്നും ശാസിക്കാതെ തന്നെ അവന്റെ ആയുധം ആരായി അല്ലേ ഡാനി? ഇനി എന്തെല്ലാം ബന്ധനമായാലും കാൽവറിയുടെ മുമ്പിൽ വെച്ച് തീരുന്ന സാധനമേ പിശാച്. അവരിനി ഞാനിങ്ങനെ പറയും, ഈ ഭൂമിയിലെ സകല ഭൂത പ്രേത പിശാചുക്കൾ ഒരുമിച്ചൊരു കയറുണ്ടാക്കി നിങ്ങളെ കെട്ടിയാലും കാൽവറിയുടെ മുമ്പിൽ വന്നാൽ അത് കരിഞ്ഞു പോകും. കാൽവറിയുടെ മുമ്പിൽ ആ കെട്ടുകൊണ്ട് കയറുകൊണ്ട് വരാൻ അതിന് ധൈര്യമില്ല. ഇത് നിങ്ങളെ ആഘോഷിക്കുമ്പോൾ, നിങ്ങൾ അങ്ങോട്ട് വിളിച്ചു പറയുമ്പോൾ സംഭവിക്കുന്നത്, എവിടെയൊക്കെയോ വലിയ പ്രാർത്ഥനാ വിഷയങ്ങളുമായി പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് വന്നതെങ്കിലും, ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം പാസ്റ്ററെ കൊണ്ട് ആ വിഷയം പ്രാർത്ഥിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഇനി ഒരു പ്രാർത്ഥന പോലും വേണ്ടാത്ത വിധത്തിൽ ആ വിഷയങ്ങളുടെ നടുവിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചെടുക്കാൻ
നിന്റെ കാൽവറിയുടെ ഒരൊറ്റ വെളിപ്പാടിന് പറ്റുമെന്നാ പറയുന്നത്. ഇന്ന് പകലിൽ നമ്മളൊന്ന് എഴുന്നേറ്റ് ഈ പാട്ടുപാടി ഉണ്ടോ? നിങ്ങൾക്ക് സന്തോഷമാണോ? സന്തോഷമാണോ? ഒന്ന് എഴുന്നേക്ക്. ഡാനി സ്റ്റേജിൽ കയറി വാ. കരങ്ങളെ അടിച്ച് വൈരികളിൽ ആയുധം വീര്യമായി അടിപ്പിണറി വ്യാധികളിൽ വേരുകൾ നിർജീവമായി. ഓ കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമായി അടിപ്പിണറിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമായി. ഒരിക്കൽ കൂടെ കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമായി അടിപ്പിണറിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമായി. ഓ കാൽവരിയിൽ വൈരികളിൽ ആയുധം ചേർന്ന് പാടിക്കേ. ഇന്ന് രാത്രിയിൽ എവിടെയൊക്കെയോ പൈശാചിക മുഖങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ കീഴടങ്ങട്ടെ. വൈരികളിൽ ആയുധം നിർവീര്യമായി അടിപ്പിണറിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമായി. ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷാദായകൻ. 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 സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും സർവശക്തനാകും യേശു, സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു. എവിടെയൊക്കെയോ ദൈവത്തിന്റെ കാൽവരിയുടെ വെളിപ്പാടുകൾ ഈ ജനത്തിന്റെ മേൽ ഇറങ്ങട്ടെ. രാജാധിരാജനെ കർത്താധി കർത്തനെ താൻ മാത്രം അമർത്യത ഉള്ളവനെ, വീരനാം ദൈവമേ അത്ഭുതമന്ത്രിയെ യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ അത്ഭുതമന്ത്രിയെ യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനു മേലെ സർവശക്തനാകും യേശു. ഓ കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമായി അടിപ്പിണറിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമായി. കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമായി അടിപ്പിണറിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമായി. ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷാദായകൻ. 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 ക്രിസ്തു യേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും.
ക്രിസ്തു യേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും സൗരഭ്യമായി നമ്മെ അയച്ചിടും. ദേശം തുറന്നിടും, വഴിയൊരുക്കിടും, താമ്രവാതിലും താൻ തകർത്തിടും. 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 സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാവേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാ യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാധിരാജനെ, കർത്താധികർത്തനെ, താൻ മാത്രം അമർത്യതയുള്ളവനെ, വീരനാം ദൈവമേ, അത്ഭുത മന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ, അത്ഭുത മന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ, അത്ഭുത മന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാമേശു, സർവനാമത്തിലും മേലെ സർവശക്തനാകും യേശു. ഓ ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. പാക്കായിൻ താഴ്വരയോ ബറാഖ ആയിടുമേ. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. യാക്കായിൻ താഴ്വരയോ ബറാഖ ആയിടുമേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധനാ ആത്മാവിനാൽ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധനാ ആത്മാവിനാൽ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ആത്മാവിനാൽ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധനാ ആത്മാവിനോ. യേശു നല്ലവൻ, ദയയുള്ളവൻ, വീരനാം സൈന്യാധിപൻ. യേശു നല്ലവൻ, ദയയുള്ളവൻ, ജയവീരനാം സൈന്യാധിപൻ. യേശു നല്ലവൻ, ദയയുള്ളവൻ,
കാൽവറിയുടെ വെളിപ്പാടുന്ന രാത്രിയിൽ നമ്മുടെ അകത്ത് കയറണം. എവിടേക്കോ ഭയന്നിരുന്ന ഒരു തലമുറയുടെ നടുവിൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവൻ ഒരു തലമുറയ്ക്ക് ധൈര്യപ്പെടാനുള്ള വഴിയും കൂടി തുറന്നു വച്ചിട്ട് കാൽവറിയിൽ പിശാചിനെ പരസ്യമായ കാഴ്ചയാക്കി അവന്റെ തലയെ തകർത്ത് ആ ഒരു വെളിപ്പാടിൽ നമ്മൾ ഇവിടുന്ന് പുറത്തു പോകും. ഹല്ലേലൂയ. കാൽവറി യേശു കർത്താവിന്റെ മരണത്തെ വർഷത്തിലൊരിക്കൽ ഈസ്റ്ററായി ആഘോഷിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ ആഘോഷിച്ചില്ലേലും നമ്മുടെ അകത്ത് ക്രൂശിൻ്റെ ആ വെളിപ്പാടുണ്ടെങ്കിൽ ഞാനിങ്ങനെ പറയും, തിളച്ചു നിൽക്കുന്ന ഒരു 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 ഇരുമ്പ് ചട്ടിയിൽ ഒരു തുള്ളി വെള്ളം വീണ കരിഞ്ഞു പോകുന്നത് പോലെ പിശാച് കൊണ്ടുവരുന്ന പദ്ധതികൾ നിന്നെ തട്ടി കരിഞ്ഞു പോകും. പഴുത്തിരിക്കുന്ന, എൻ്റെ ഒരു ചിന്തയാണ് പറയുന്നത്, പഴുത്തിരിക്കുന്ന ഒരു 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 ലോകത്തിൽ വെള്ളം കോരി ഒരു തുള്ളി വെള്ളം വീണാൽ ആ വെള്ളം നിന്ന് കരിഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? ശാന്തി. ഞാൻ ആദ്യം പറഞ്ഞ വാക്കൊന്നും കൂടി ആവർത്തിക്കാം. ഈ ലോകത്തിലെ സകല ഭൂത പ്രേത പിശാചും ഒരുമിച്ചൊരു കയറും കൊണ്ട് കാൽവറിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് വെറും 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 ചണനൂലെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അത് അടുക്കുന്തോറും അത് കരിഞ്ഞു പോകും. അവൻ ആ കയറും കൊണ്ടാ നിന്നെ കെട്ടിയേക്കുന്നത്. പക്ഷേ ആ കാൽവറിയുടെ വെളിപ്പാട് നിന്റെ അകത്ത് കയറിയാൽ അതും കൊണ്ട് അവൻ കാൽവറിയിൽ ചെല്ലുമ്പോൾ കരിയുന്നത് പോലെ ആ വെളിപ്പാട് നിന്റെ അകത്ത് കയറിയാൽ നിന്നെ കെട്ടിയ കയറും വഴി തുറക്കുന്നില്ല പാസ്റ്ററെ, വഴി തുറക്കും. പിശാചിന്റെ ആയുധം വെപ്പിച്ച വെളിപ്പാട് നിന്റെ അകത്തുണ്ടെങ്കിൽ വാതിൽ തുറക്കുന്നില്ല പാസ്റ്റർ, നിനക്ക് വാതിൽ തുറക്കും. യേശു കർത്താവിന്റെ മരണത്തിന്റെ വെളിപ്പാട് ഇന്ന് രാത്രിയിൽ നിന്റെ അകത്ത് എത്തിയാൽ, ആരോ പറയുന്നു രോഗമാണ് പാസ്റ്റർ, സൗഖ്യമാകുന്നില്ല, അവന്റെ അടിപ്പിണരുകളാൽ ഇന്നു രാത്രിയിൽ സൗഖ്യമുണ്ട് എന്നുള്ള വെളിപ്പാട് നിന്റെ അകത്ത് കയറിയാൽ രാജ്യങ്ങൾ തുറക്കുന്നില്ല പാസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, നിനക്ക് എതിരെ ഒരു ആയുധവും ഫലിക്കത്തില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവൻ പിശാചിന്റെ ആയുധം വെപ്പിച്ച നസ്രേനായ യേശു കർത്താവാണെങ്കിൽ ഈ ലോകത്തിലെ പ്രഭുക്കന്മാർ എല്ലാം കൂടി ചിന്തിച്ചത്, നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കളും ഈ ലോകത്തിലെ പൈശാചിക ലോകം മുഴുവനും ചിന്തിച്ചത് ഈ കാൽവറി കൊണ്ട് സകലതും ശുഭമായി. ഇനി ഒരു പുറപ്പാട് ഇവനില്ല. കാൽവറി കൊണ്ട് ഇതെന്ത് ചെയ്യും? അവനെ ക്രൂശിക്ക എന്ന് ഈ ലോകം വിളിച്ചു പറഞ്ഞതിന് പിന്നിൽ ക്രൂശ് കൊണ്ട് തീരും അല്ലേ? അവിടെയാണ് വെളിപ്പാടിൽ പൗലോസ് ഒരു വാക്യം എഴുതി. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ മൈക്കിക്കൂടെ വായിക്കാം റോബിനെ. ദൈവം 8 വായിച്ചാലും മതി. 8. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ഉണ്ടോ? ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ചെയ്ത കാര്യം ഏതോ ഒരു ദൈവപ്രവൃത്തിയുടെ ആരംഭമാണ് എന്ന് അവർ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാൽവറി ഒരുക്കത്തില്ലായിരുന്നു. ക്രൂശ്
ഉണ്ടോ? പിശാചിനെ നാണം കെടുത്തുന്ന വാക്യ. പിശാച് ഇന്ന് ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തീരുമെന്ന് പറഞ്ഞ ഇടമാണ് ഒരു വലിയ തുടക്കത്തിന് കാരണമായത് എന്ന് എന്റെ തല തകർക്കാൻ, എന്റെ തല പോകാൻ, എന്റെ അധികാരം നഷ്ടപ്പെടാൻ, ഞാൻ എന്റെ അധികാരം നിലനിർത്താൻ ചെയ്ത പദ്ധതിയാണ് എന്റെ അധികാരം നഷ്ടപ്പെടാൻ കാരണമായത് എന്ന് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കിയ വിഷ്ണു എന്റെ അധികാരം നിലനിർത്താൻ, എന്റെ സാമ്രാജ്യം നിലനിർത്താൻ ഞാൻ ചെയ്ത ഒരുക്കിയ വഴിയാണ് അത് നഷ്ടപ്പെടാൻ കാരണമായത് എന്നല്ലേ വായിച്ചേ? അതറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ഉണ്ടോ? മാനവരാശിക്ക് നഷ്ടപ്പെട്ടു പോയ സകല അധികാരങ്ങൾ, സകല അവകാശങ്ങൾ, ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ വാഴാൻ വേണ്ടി വിളിച്ചവനെ വീഴിച്ചു കളഞ്ഞ പൈശാചിക സ്ട്രാറ്റജിയെ കാൽവറയിലിട്ട് ദൈവം അങ്ങ് സെറ്റിൽ ചെയ്യാൻ. കാൽവറി വരെ ജയിച്ചു ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ പൈശാചിക സകല മുഖങ്ങളെയും തകർത്ത് കളഞ്ഞ ഉണ്ടോ നിങ്ങൾ? ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ലോകസ്ഥാപനത്തിനു മുമ്പ് ദൈവത്തിന്റെ പദ്ധതിയായി ഏദൻ തോട്ടം അല്ലേ? മനുഷ്യനെ ഉണ്ടാക്കുക, തോട്ടത്തിൽ വാഴുക, അവരുടെ കൂടെ നടക്കുക. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ദാണ്ടെ ദൈവം ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കുന്നു, അവരുടെ കൂടെ നടക്കുന്നു. ഇത്ര സന്തോഷകരമായ എന്നാൽ ചതിക്കപ്പെട്ട് ദൈവത്തിന്റെ സകല പദ്ധതികളെയും തകർത്തിട്ട് നിൽക്കുക പിശാച് അല്ലേ? പിശാച് ഇങ്ങനെ ജയിച്ച് നിൽക്കുക. നോക്കടാ, ഇത്രയും വലിയ പദ്ധതിയായിട്ട് തൻ്റെ സ്വന്തം കൈകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഈ നിന്റെ പദ്ധതിയെ ഞാൻ തകർത്തു കളഞ്ഞു. കർത്താവേ, ഞാൻ ഇനി എന്തോ ചെയ്യുമെന്ന് താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടില്ല. എൻ്റെ പ്രവൃത്തി എല്ലാം തകർന്നു പോയി. ഇനി ഞാൻ എന്തോ ചെയ്യുമെന്ന് വെച്ച് താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടില്ല. അടുത്ത സെക്കൻഡ് ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ കർത്താവ് പറയുന്നേ, നീ ചെയ്യുന്നെന്നും പറഞ്ഞ് ജയിച്ചെന്ന് പറഞ്ഞിരിക്കുകയല്ലേ? കർത്താവിന് സ്വഭാവമുണ്ട്, പറഞ്ഞിട്ട് ചെയ്യും. ഒളിച്ചും പാത്തും ഒരു കാര്യം ചെയ്യാൻ ദൈവം ചെയ്യത്തില്ല. ദൈവം സൈന്യാധിപനാണ്, ദൈവം ധന്യനായ ഏകാധിപതിയാണ്, പറഞ്ഞോണ്ട് ചെയ്യും. നീ ഇവരെ വഞ്ചിച്ചു, നീ ജയിച്ചെന്ന് പറഞ്ഞാലിരിക്കുന്നേ. എന്നാൽ ഞാൻ പരിപാടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, നീ കണ്ടോ? സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. പ്രവാചകന്മാരെ കൊണ്ട് പ്രവചിച്ച് വേദപുസ്തകത്തിലിട്ടു, ഞാൻ അവനെ ബേത്ലഹേമിൽ ജനിപ്പിക്കും. അവൻ അത്ഭുത മന്ത്രിയായിരിക്കും, അവൻ വീരനായ ദൈവമായിരിക്കും, അവൻ കന്യകയിൽ ജഡമെടുക്കും, അവൻ കാൽവറിയിൽ അവൻ മരിക്കും, അവൻ കണ്ട ആളല്ല എന്ന് രൂപേണ നിൽക്കും. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ നീ തട അല്ലേ? ഉണ്ടോ നിങ്ങൾ? നീ ജയിച്ചെന്നും പറഞ്ഞാണോ നിൽക്കുന്നത്? ഞാൻ തുടങ്ങാം, എൻ്റെ വിസ്ഡം നീ കാണാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഞാനത് വെളിപ്പെടുത്താൻ പോകുകയാ.
ഞാൻ ചെയ്യാൻ പോകുന്ന വേണമെങ്കിൽ കുറച്ചു പറഞ്ഞു തരാം. ഞാൻ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. അത് സത്യം തന്നെ, അതിന് മാറ്റമില്ല. അവൻ എവിടെ ജനിക്കുമെന്ന് ഞാൻ പറയാം, അവൻ എവിടെ വളരുമെന്ന് ഞാൻ പറയാം, അവൻ എങ്ങനെ ആയിരിക്കും ഇവിടെ ഉള്ളതെന്ന് ഞാൻ പറയാം. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ നീ തട. ഉണ്ടോ ഇന്ന് രാത്രി? ഉണ്ടോ? എന്റെ റോബിനെ, എന്റെ പദ്ധതി താണ്ടെ പിശാച് തകർത്ത് കളഞ്ഞു. ഇനി ആരും അറിയാതെ ഞാനൊരു സൊല്യൂഷനെ ഉണ്ടാക്കിക്കൊണ്ടുവരാം. ആരും അറിയാതെ ഒരാളെ ഞാൻ ജനിപ്പിച്ചുകൊണ്ട് വരാം. ആരും അറിയാതെ ഞാൻ അവനെ വളർത്തി അവനെ കാൽവറി യാഗമാക്കാന്നൊന്നും അല്ല ദൈവം പറഞ്ഞേ, അല്ലേ? പറഞ്ഞോണ്ട് ചെയ്തു അല്ലേ? യേശു കർത്താവ് മരിക്കുന്നതിന്, കാൽവറി യാഗമാകുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞ കാര്യം പറഞ്ഞേ, തടയാൻ പറ്റുമെങ്കിൽ നീ. അവന്റെ കയ്യിൽ ആയുധം മുഴുവനും ഉണ്ട് എന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞു, നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ. ആയുധമുണ്ട് എന്ന് അവൻ പറയുമ്പോ അവന് തടയാൻ പറ്റിയില്ലെങ്കിൽ അവന്റെ ആയുധം കാൽവറിയിൽ പിടിച്ചു വാങ്ങി അവന്റെ തലയെ തകർത്തിട്ട് ഇപ്പം അവൻ എന്തെങ്കിലും നിന്നെ നോക്കി പറഞ്ഞാൽ, ഈ ദൂത് കത്തുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്നെ നോക്കി നിന്നെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവന്റെ കയ്യിൽ അധികാരമുണ്ട്, അവന്റെ കയ്യിൽ ആയുധമുണ്ട് എന്ന് പറഞ്ഞ ഒരു സമയത്താ പറഞ്ഞ്, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ, അവനെ ഞാൻ ബേത്ലഹേമിൽ ജനിപ്പിക്കും, അവൻ അത്ഭുത മന്ത്രിയായിരിക്കും, അവൻ കന്യകയിൽ ജനിക്കും, അവൻ നസ്രത്തിൽ വളരും, അവൻ മിസ്രൈമിലേക്ക് പോകും. ഉണ്ടോ? അവൻ ഇമ്മാനുവേൽ എന്ന് കൃത്യമായി നമ്പറിട്ട് അക്കമിട്ട് ഇവിടെ ജനിക്കും, ഇവിടെ വളരും, ഇങ്ങനെ 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 എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് ദൈവത്തിന്റെ പദ്ധതിയെ ചെയ്തെടുത്തെങ്കിൽ, ആയുധമില്ലാതെ തല തകർന്നിരിക്കുന്ന, മുൻപോട്ട് പോകാൻ നിവർത്തിയില്ലാതിരിക്കുന്ന പൈശാചികന്റെ വെല്ലുവിളിയാണോ ഇന്ന് നിങ്ങൾ ഭയക്കുന്നത്? ഈ മാവേലിക്കര പട്ടണത്തിൽ നിന്റെ കുടുംബത്തിന്റെ പേര് ഇന്ന് പിശാച് ഉയർത്തിക്കൊണ്ടുവരുന്ന സകല പദ്ധതികളെയും സകല ആരോ പറഞ്ഞു മന്ത്രവാദി നിന്നെ വെല്ലുവിളിച്ചോ, ആഭിചാരകൻ നിന്നെ നോക്കി വെല്ലുവിളിച്ചോ? ആഭിചാരകന്റെ വെല്ലുവിളിയാണോ നീ പേടിക്കുന്നത്? മന്ത്രവാദത്തെയാണോ നീ പേടിക്കുന്നത്? അല്ലോ ആരോ പറഞ്ഞ വാക്കുകളെയാണോ നീ പേടിക്കുന്നത്? നിന്നെ തകർത്ത് കളയുമെന്ന്, നിന്നെ മുമ്പോട്ട് വിടത്തില്ലെന്ന് ആണോ? വിളിച്ചു പറ. നിന്റെ ആയുധമുണ്ടെന്ന് നീ സങ്കല്പിക്കുന്ന കാലഘട്ടത്തിൽ നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ തലയെ തകർത്തെന്ന് സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അവനെ തല തകർന്നെന്ന് കൃത്യമായി സത്യം മാത്രം പറയുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന തിരുവചനം അവനെ തകർത്തെന്ന് എഴുതി വച്ചെങ്കിൽ, നിങ്ങൾക്കിതൊന്ന് വിശ്വസിക്കാൻ പറ്റിയാൽ നിനക്കെതിരെ എഴുതിയ കൈയെഴുത്തുകളും ആരാ ഇതിന് ആമേൻ പറയുന്നത്? ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ ഭാവിയുടെ മേൽ പിശാച് കെട്ടിയ കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ആരാധിച്ച ആ ദൂതിനെ ഏറ്റെടുത്ത് നിന്റെ പ്രതിസന്ധിയിലോട്ട് ആ ദൂതിനെ കൊണ്ടുവന്നേ, നിന്റെ വിഷയങ്ങളിലോട്ട് കാൽവറിയുടെ വെളിപ്പാടിനെ കൊണ്ടുവന്നേ.
Lo roko shante. He raba. Raka shante. Le raba shanto roko. Le raka shakata. സ്തോത്രം. ഈ പഴയ നിയമത്തിലെ യേശു കർത്താവിന്റെ മരണത്തിന്റെ ഒരു നിഴൽ കിടപ്പുണ്ട്. പുറപ്പാടിന്റെ അന്ന് രാത്രിയിൽ യഹോവയായ ദൈവം ആ സമയത്ത് മോശയോട് പറഞ്ഞു, മോശേ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായ ആബീബ് മാസം ആയിരിക്കണം. ഈ മാസം 10-ാം തീയതി ഒരു കുടുംബത്തിന് ഒരാട്ടുംകുട്ടി എന്ന വണ്ണം മിസ്രൈമിലെ സകല ഇസ്രായേൽ കുടുംബങ്ങളും ഒരാട്ടുംകുട്ടി എടുക്കണം. 4 ദിവസം ഇതിനെ പുറത്ത് പാർപ്പിക്കണം. ആബീബ് മാസം 14-ാം തീയതി നിങ്ങൾ ഓരോ കുടുംബം ഈ ആട്ടിൻകുട്ടിയെ അറക്കണം. അതിന്റെ രക്തം കട്ടളപ്പടിയുടെ മേലും കുറുമ്പടിയുടെ മേലും പുരട്ടണം. വാതിലടച്ച് നിങ്ങൾ അകത്ത് കയറി നിങ്ങൾ കയ്പ് ചീരയോടുകൂടി ഈ ആട്ടിൻകുട്ടിയുടെ മാംസം ഭക്ഷിക്കണം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ മരണത്തിന്റെ നിഴലാത്. രാത്രിയിൽ സംഹാരദൂതൻ മിസ്രൈമിൽ പാളയത്തിൽ കൂടി ഇസ്രായേൽ പാളയത്തിൽ കൂടി കയറി ഇറങ്ങുമ്പോ കാൽവറിയുടെ മരണത്തിന്റെ നിഴലായ ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടളപ്പടിയുടെയും കുറുമ്പടിയുടെ മേലും ഉണ്ട് എന്ന ഒരൊറ്റ കാരണത്താൽ സംഹാരകന് തൊടാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടോ നിങ്ങൾ? ഇസ്രായേൽ കുടുംബങ്ങളെ ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് പ്രത്യേകതയുള്ളേ? സംഹാരകൻ നിങ്ങളെ തകർത്ത് കളയാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് പ്രത്യേകതയുള്ളേ? നിങ്ങൾ വിശുദ്ധരാണോ? നിങ്ങൾ ഭയങ്കര പ്രാർത്ഥനക്കാരായിരുന്നോ? നിങ്ങൾ പിറുപിറുക്കാത്തവരായിരുന്നോ? അവർ പറയും അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ഞങ്ങളുടെ കട്ടടപ്പള്ളിയിലും ഞങ്ങളുടെ കുറുമ്പടിയുടെ മേലും രക്തമുണ്ട്. ആ രക്തം കണ്ടാൽ ഉണ്ടോ നിങ്ങൾ? നോക്കിക്കേ, ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഒരു ഇസ്രായേലിന്റെ കുടുംബം ദാണ്ടെ മിസ്രൈമ്യ കുടുംബങ്ങളിൽ സംഹാരദൂതൻ കയറി താണ്ഡവ നൃത്തമാടി ആദ്യജാതന്മാരെ തകർത്തിട്ട് വരുമ്പോ ഒരു ഇസ്രായേൽ കുടുംബം അങ്ങോട്ട് കേറാതിരിക്കാൻ സംഹാരകന് വിലക്കൊന്നുമില്ല. എല്ലാ കുടുംബങ്ങളിലും കയറും. സംഹാരകനോട് പറഞ്ഞിരിക്കുന്നത് രക്തം കണ്ടാ മാറി. അവൻ സകലതിനെയും തകർക്കും, പക്ഷെ രക്തം കണ്ടാ മാറിപ്പോകും. ഒരു ഇസ്രായേലിലെ കുടുംബമാണെങ്കിൽ അവൻ തകർക്കാൻ വരുമ്പോൾ രക്തം കണ്ടാൽ അവൻ ഇങ്ങനെ പോകും. രക്തം കണ്ടാൽ അവൻ ഇങ്ങനെ പോകും. നിഴലായ പഴയ നിയമത്തിൽ ഒരു ആട്ടിൻകുട്ടിയുടെ രക്തത്തിന് ഇത്രത്തോളം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ പരിചയപ്പെടുത്തി കൊടുത്ത സാക്ഷാൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിന് നിന്നെ എന്തുമാത്രം പ്രൊട്ടക്ഷനിലേക്ക് ഉണ്ടോ നിങ്ങൾ? യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വ്യക്തിയാണോ നിങ്ങൾ? യേശുവിന്റെ രക്തത്താൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണോ? ഇന്ന് ഞാൻ പറയാം, ഒരായുധവും ഫലിക്കത്തില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ, എടാ ഫലിക്കാൻ അവന്റെ കയ്യിൽ ആയുധം ഉണ്ടായിട്ട് വേണ്ടേ? പിന്നെ പാസ്റ്ററെ ചെയ്യുന്നതോ അത് നിങ്ങൾ കൊടുത്ത ആയുധം. നിങ്ങൾ അവനെ വലിയ സംഭവമാക്കി വെച്ചത് കൊണ്ട് അവന്റെ കയ്യിൽ സാക്ഷാൽ ആയുധം ഇല്ല. നിങ്ങൾ പറഞ്ഞു താണ്ട എനിക്ക് നിന്നെ പേടിയാ, അവന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല. അവന്റെ തല തകർന്നതാ. പക്ഷെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ കൊടുത്ത പിക്ചർ വെച്ചിട്ട് അവൻ കളിക്കുന്നത്. ഇന്ന് രാത്രി കാൽവറിയുടെ പിക്ചർ വെച്ച്
പിശാചിന് നിങ്ങൾ കൊടുത്ത ആയുധങ്ങളെ മുഴുവൻ പിടിച്ചു വാങ്ങാൻ പോവുകയാ. എവിടെയോ ഭയന്ന വീട്ടിനകത്ത് കയറിയിരിക്കുമ്പോൾ, ഏതോ ആഭിചാരത്തെ കണ്ട് മാറി നടക്കുമ്പോൾ, ഏതോ മന്ത്രവാദിയെ കണ്ട് ഭയന്നിരിക്കുമ്പോൾ, ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഏതോ ഭയത്തിന്റെ ആത്മാവിനെ ഈ രാത്രിയിൽ ഇതിനകത്തുനിന്ന് പൊട്ടുകയാ. നിന്നെ തകർക്കാൻ തിന്നുകളയുമെന്നും, നിന്നെ ഒടുക്കിക്കളയുമെന്നും, നിന്നെ മുൻപോട്ട് പോകത്തില്ലെന്നും പറഞ്ഞു നിൽക്കുന്ന പൈശാചിക മുഖങ്ങൾ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് കീഴടങ്ങുകയാണ്. ഉണ്ടോ? വിശ്വസിക്കാൻ പറ്റുമോ? ഇത് പുതിയ മെസ്സേജ് ഒന്നുമല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ എൻ്റെ പുതിയ വെളിപ്പാടുണ്ട്, കാത്തിരിക്കരുത്. ഞാനിനി എത്ര പ്രസംഗം പ്രസംഗിച്ചാലും ഇത്രത്തോളം ശക്തി വേറൊരു പ്രസംഗത്തിനും ഇല്ല. കാരണം ഈ പ്രസംഗത്തിൻ്റെ ശക്തിയാ ബാക്കി മെസ്സേജ്, ഈ വേദപുസ്തകത്തിലെ എല്ലാ വാക്യങ്ങളെയും നിലനിർത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും കാൽവറി ക്രൂശിലെ വെളിപ്പാടാണ്. നിങ്ങൾ ചിന്തിച്ച വേദപുസ്തകത്തിൽ നിന്ന് കാൽവറി ക്രൂശ് എന്നൊരു പോർഷൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതെന്തുവാ? ഇന്ന് രാത്രിയിൽ എന്തിനിത് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, ചില ഭയത്തിന്റെ ആത്മാവിനെ ഒന്ന് പൊട്ടിക്കാൻ പോവുകയാണ്. ഈ ഒരു കാര്യം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് ഈ അതിശക്തമായ 3 പരീക്ഷകൾ കൂടി കടന്നുപോയി അല്ലേ? യേശു കർത്താവ് ഒരിക്കൽ പിശാച് വന്ന് യേശുവിനെ പരീക്ഷിച്ച് പറഞ്ഞു, ലോകത്തിലെ സകല മഹത്വവും ഉയർന്ന മലയെ കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ ഒന്ന് എന്നെ നമസ്കരിച്ചാൽ ഇത് നിനക്ക് തരും. ഇതെല്ലാം എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആരേൽപ്പിച്ചെന്നറിയാമോ? ഏദൻ തോട്ടത്തിൽ വെച്ച് വാഴാൻ കൊടുത്ത മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അധികാരത്തെ അവൻ പിശാചിന്റെ കയ്യിലേക്ക്, മനുഷ്യൻ കൊടുത്ത അധികാരം അവന്. നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം കർത്താവ് ആണെന്നോ അധികാരം നിന്റേതല്ലെന്നോ ഒന്നും പറയുന്നില്ല. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് കർത്താവ് അവിടെ നടന്നീങ്ങി. 3.5 വർഷക്കാലം സൈലന്റായി പോയി. കാൽവറിയിൽ പിശാചിന്റെ തല തകർക്കുമ്പോൾ, സത്യത്തിൽ കാൽവറിയിൽ സംഭവിച്ചത് എന്താ? ലോക മനുഷ്യൻ കാണുമ്പോൾ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞവനെ താന്റെ കാൽവറിയിൽ ക്രൂശിക്കുന്നു. യേശു നിലവിളിക്കുന്നു. ഹല്ലേലൂയ. ഒരു കൂട്ടം ഹല്ലേലൂയ യഹൂദന്മാർ കളിയാക്കുന്നു. നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ. അവനെ നിന്ദിക്കുന്നു. അവൻ താന്റെ കർത്താവേ എൻ്റെ പ്രാണനെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ പ്രാണനെ വിടുന്നു. യഹൂദന്മാർ വിചാരിച്ചത്, സത്യത്തിൽ പിശാച് വിചാരിച്ചത് ഇവനെ കൊല്ലാന്നാ. പിശാച് പറഞ്ഞ സമയത്ത് കൊല്ലാന്നാ. പക്ഷെ അവന് അടിതെറ്റിയത് എവിടാന്നറിയാമോ? ഇവൻ എത്ര നോക്കിയിട്ട് യേശുവിനെ കൊല്ലാൻ പറ്റിയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണനെ നീ പറയുന്ന സമയത്തല്ല ഞാൻ മരിക്കുന്നത്. ഞാൻ നിശ്ചയിച്ച, എൻ്റെ പിതാവ് നിശ്ചയിച്ച സമയത്ത് നീ എന്നെ കൊല്ലുകയല്ല. ഞാൻ എൻ്റെ പ്രാണനെ ഞാൻ എൻ്റെ പ്രാണനെ. അവിടെ മുതൽ പിശാചിന്റെ പദ്ധതി പാളാൻ തുടങ്ങി. നീ അങ്ങനെ മരിക്കണ്ട, ഞാൻ പറയുന്ന സമയത്ത് നീ മരിക്കണം. കാൽവറിയിൽ യേശു പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ഇതാ, ഞാൻ എൻ്റെ പ്രാണനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നീ എന്നെ തകർത്തത് കൊണ്ടല്ല ഞാൻ മരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രാണനെ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പിതാവിന്റെ കയ്യിൽ. ഓ റോഖോ ഷാഖേ ഉണ്ടോ നിങ്ങൾ? ഇത് കാൽവറിയെ നമ്മളിന്നൊരു ആഘോഷമാക്കി മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. സത്യത്തിൽ അവിടെ അങ്ങനെ പ്രത്യേകിച്ച് അവൻ യേശു കർത്താവ് സകലത് നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. അതിനപ്പുറം ഒന്നും കാണുന്നില്ല. പക്ഷെ വെളിപ്പാടിൽ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചു,
നിങ്ങൾ കണ്ടത്, നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ കണ്ടത് അവിടെ യേശു കർത്താവ് അലറിക്കരഞ്ഞ് പ്രാണനെ വിട്ടതല്ലേ? അതല്ല സത്യത്തിൽ സംഭവിച്ചത്. ഇന്നുവരെ ലോക ചരിത്രം കാണാത്ത ഒരു വലിയ യുദ്ധം ആത്മതലങ്ങളിൽ നടക്കുകയായിരുന്നു. ഇന്നുവരെ ഒന്നാം ലോക മഹായുദ്ധം നമ്മൾ കണ്ടിട്ടുണ്ട്, രണ്ടാം ലോക മഹായുദ്ധം മനുഷ്യൻ എഴുതി വച്ചിട്ടുണ്ട്. അതിനപ്പുറം ആത്മമണ്ഡലങ്ങളിൽ ഇന്നുവരെ ഭൂലോകം കാണാത്ത യുദ്ധം സംഭവിക്കുകയായിരുന്നു. നിങ്ങളുണ്ടോ? ചരിത്രകാരന്മാർ എഴുതാത്ത എന്നാൽ കൃത്യവും സത്യവുമായ പിശാചിന്റെ ആയുധങ്ങള് പിടിച്ചു വാങ്ങി അവന്റെ തലയെ തകർത്ത് അവനെ കാഴ്ചയാക്കി. ഉണ്ടോ നിങ്ങൾ? ഇന്ന് രാത്രിയിലും ഏറ്റവും വലിയ യുദ്ധം എവിടെ സംഭവിച്ചു എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അത് ഒന്നാം ലോക മഹായുദ്ധമല്ല, അത് രണ്ടാം ലോക മഹായുദ്ധമല്ല. പിശാചിന്റെ ആയുധങ്ങള് കാൽവറിയിൽ തകർത്ത് കളഞ്ഞ ദൈവം ഡിക്ലെയർ ചെയ്ത യുദ്ധം. അവന്റെ ആയുധം, ഹല്ലേലൂയ, അവിടെ ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിലെ ഒരു വാക്യം അതിങ്ങനെ എഴുതിയിരിക്കുന്നത്: അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. എന്ന് പറഞ്ഞ പരസ്യമായ കാഴ്ചയാക്കി, പരസ്യ കോലാക്കിന്ന് നമ്മുടെ നാട്ടിൻ ഭാഷ പറഞ്ഞ വെറും പരസ്യ കോലാക്കി. ദീർഘനാളുകളായി വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് മാനവരാധിയെ മുഴുവനും വിടാതെ ആധിപത്യവും മരണത്തിന്റെ ബലമായ കരങ്ങളും കൊണ്ടു നടന്ന പിശാചിനെ പരസ്യ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ എന്താ സംഭവിച്ചേ? അവൻ ആദം മുതൽ ഉള്ള സകല വിശുദ്ധന്മാരുടെ മേലും മരണം വാഴുകയായിരുന്നു. മരണത്തിന് മരണത്തിന്റെ ബലമുണ്ട്. ആ ബലിഷ്ഠമായ കരങ്ങളിൽ നിന്ന് ഒരുവനും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആദം അവിടെയുണ്ട്, പഴയ നിയമ വിശുദ്ധന്മാർ മുഴുവനും അവിടെയുണ്ട്. അവർക്കാർക്കും മരണത്തിന്റെ ബലമായ കരങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. യേശു കർത്താവിനെയും മരണം പിടിച്ചു. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 3 ദിവസം വരെ മരണം പിടിച്ചു വെച്ചു. എന്നാൽ 3-ാം ദിവസം ഉയർപ്പിന്റെ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഈ കല്ലറയിൽ കൂടി ഒന്ന് കയറി ഇറങ്ങിയപ്പോ, ഉണ്ടോ നിങ്ങൾ? ഈ കല്ലറയിൽ കൂടി ഒന്ന് കയറി ഇറങ്ങിയപ്പോൾ പത്രോസ് 1 പെന്തക്കോസ്തിൽ ഇങ്ങനെ പ്രസംഗിച്ചു: മരണം അവനെ പിടിച്ച് വെക്കുന്നത് അസാധ്യമായിരുന്നു. മരണം അവനെ പിടിച്ച് വെക്കുന്നത്, പറ, മരണം അവനെ പിടിച്ചു വെക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയും, ബന്ധനത്തിന് നിന്റെ മേൽ വാഴാം. എവിടെ വരെ എന്നറിയാമോ? പുനരുത്ഥാനത്തിന്റെ ശക്തി എപ്പോൾ നിന്റെ മേൽ അടിക്കുന്നത് വരെ. അവിടം വരെ പിശാചിന്റെ കെട്ടുകൾ നിന്റെ അടുത്തിരിക്കത്തോളൂ. പുനരുത്ഥാനത്തിന്റെ ശക്തി ഇപ്പോൾ ഇവിടെ വ്യാപരിച്ചാൽ ബന്ധനവും പുനരുത്ഥാനത്തിന്റെ ശക്തിയും ഒരുമിച്ച് തുടരത്തില്ല. ബന്ധനത്തിനും പുനരുത്ഥാനത്തിന്റെ ശക്തിയും നിന്റെ മേൽ ഒരുമിച്ച് വാഴത്തില്ല. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞ് യേശു കർത്താവ് കെട്ടിയ മരണത്തിന്റെ കെട്ടുകളെ അഴിച്ചു കളഞ്ഞ് അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി അവൻ ഉയർത്തെഴുന്നേറ്റു. ഉണ്ടോ നിങ്ങൾ? അടുത്ത ചോദ്യം, പാസ്റ്റർ, യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് നമുക്കെന്താ ഗുണം? അവിടെയാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ എഴുതി വെച്ചു: സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ച് എഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ച് എഴുന്നേറ്റതുപോലെ നാമും
ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനും തന്നെ ഇവിടെ സംഭവിക്കുന്നത്, യേശു കർത്താവിന്റെ മേൽ മരണം പാടില്ലെങ്കിൽ, യേശു കർത്താവിന്റെ മേൽ ബന്ധനം മുറുകത്തില്ലെങ്കിൽ, സ്നാനപ്പെട്ട ദൈവത്തിന്റെ പൈതല്, നിന്റെ മേലും പിശാചിന്റെ ബന്ധനം ഇരിക്കത്തില്ലെന്ന് എന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം വിളിച്ചു പറയുന്നു. പിശാചിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതിയ ഈ തിരുവചനം വിളിച്ചു പറയുന്നു, നിന്റെ മേൽ നീ ജീവന്റെ പുതുക്കത്തിൽ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ചില കുടുംബങ്ങളുടെ അകത്ത് പൈശാചിക മുഖങ്ങൾ കീഴടങ്ങുന്നെന്ന് പറയാം. ആൾക്കാർ ചോദിക്കും, പാസ്റ്ററെ ഞാൻ സ്നാനപ്പെടണോ? പാസ്റ്ററെ സ്നാനത്തിന്റെ ആവശ്യമാണോ? സ്നാനത്തിന്റെ ആവശ്യകത മനസ്സിലായോ? വെള്ളത്തിൽ പൊങ്ങുന്നത് പെന്തക്കോസ്തിൽ ചേരാനല്ല, വെള്ളത്തിൽ സ്നാനപ്പെടുന്നത് ഏതെങ്കിലും സമുദായത്തിൽ ചേരാനല്ല. യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായാൽ സംഭവിക്കുന്നത്, നീ ജീവന്റെ പുതുക്കത്തിൽ നടക്കും, ജീവന്റെ പുതുക്കത്തിൽ നടക്കും. യേശു കർത്താവ് എങ്ങനെ പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്ന് ഞാനിങ്ങനെ പറയും, നമ്മളെ നോക്കി പറയും, ഒരു കാര്യവും നടക്കുന്നില്ല, മുഴുവൻ പ്രശ്നം. പക്ഷെ പിശാച് നിന്നെ നോക്കിയാൽ അവർ പറയും, തോണ്ടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ താണ്ട ഒരുത്തൻ പോകുന്നു, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി നടക്കുന്നത് പോലെ ഒരുത്തൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കുകയാ. അവന് നിന്നെ പേടിയാന്ന്. ക്രൂശിന്റെ വെളിപ്പാടുള്ള, കാൽവറിയുടെ വെളിപ്പാടുള്ള നിന്നെ പിശാചിന് പേടിയാ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന കഴിഞ്ഞ നൂറ്റാണ്ടിൽ കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്ന അതിശക്തനായ ദൈവദാസൻ തൻ്റെ ഉറക്കത്തിൽ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ സാക്ഷാൽ ലൂസിഫർ വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു. അദ്ദേഹം നീ ആയിരുന്നോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടന്ന് ഉറങ്ങിയെന്ന്. എൻ്റെ ഉറക്കം പോയി. നീ ആയിരുന്നോ? എൻ്റെ ഉറക്കം പോയി എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടന്ന്. നിന്റെ ഭയത്തിൽ കൂടിയല്ലാതെ, നിന്റെ അറിവുകേടിൽ കൂടിയല്ലാതെ അവന് ഒന്നും നിന്നെ ചെയ്യാൻ. രാത്രിയിലും എവിടെയൊക്കെയോ ഒരു ധൈര്യം അകത്ത് കത്തുന്നുണ്ടോ? ഒരു ധൈര്യം കത്തുന്നുണ്ടോ? ഒരു ധൈര്യം കത്തുന്നുണ്ടോ? ഒരു ധൈര്യം കത്തുന്നുണ്ടോ? ചില പൈശാചിക മുഖങ്ങൾ ഇതിനകത്ത് നിന്ന് കീഴടങ്ങുകയാണ്. ചിലരുടെ മേൽ ദൈവത്തിന്റെ ജീവൻ ഇറങ്ങുകയാണ്. പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ. എവിടെയൊക്കെയോ നിന്നെ ഭയപ്പെടുത്തിയ, എവിടെയോ നിന്നെ ഭയപ്പെടുത്തിയ ചിലത് ഇന്ന് രാത്രിയിൽ കീഴടങ്ങുന്ന ഒരു ദൈവിക വെളിപ്പാടുമായി എഴുന്നേൽക്കാൻ. ഉണ്ടോ? യേശു കർത്താവിനെ പരീക്ഷിക്കാൻ വന്ന പിശാച് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് അറിയാമോ? ഇതെല്ലാം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കാൽവറിയിൽ പിശാചിന്റെ തലയെ തകർത്ത് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്വർഗാരോഹണം ചെയ്യാൻ പോവുക, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എൻ്റെ കയ്യിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ഇന്നലെ പിശാച് അവൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞത് ദാണ്ടെ എൻ്റെ കയ്യിൽ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എൻ്റെ കയ്യിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പോ, സൗഖ്യമാക്ക്, ഭൂലോകത്തൊക്കെ പോ, മരിച്ചവരെ ഉയർപ്പിക്ക്, ഭൂതങ്ങളെ പുറത്താക്ക്, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്ത്,
അധികാരം എന്റെ കയ്യിലുണ്ട്. ഒന്ന് ദൈവസന്നിധി എഴുന്നേൽക്കാമോ? ഇന്ന് രാത്രി ഒന്ന് എഴുന്നേൽക്കാമോ? കർത്താവേ, നീ അങ്ങനെ പറഞ്ഞിട്ട് പോയല്ലോ, ഞങ്ങൾക്ക് വിശ്വസിക്കാമോ? വെറും വാക്കുമല്ലോ ആണോ പറഞ്ഞേ? പത്മോസിലിരിക്കുന്ന യോഹന്നാനോട് ദൈവം പറഞ്ഞു, യോഹന്നാനെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. യോഹന്നാൻ നോക്കുമ്പോ കുഞ്ഞാടിന്റെ സദൃശനായ ഒരുത്തൻ, മനുഷ്യപുത്രൻ സദൃശനായ ഒരുത്തൻ നിൽക്കുന്നു. അവന്റെ കയ്യിൽ ദാണ്ടെ നേരത്തെ പറഞ്ഞ യേശു ഭൂമിയിലായിരിക്കുമ്പോ പറഞ്ഞ താക്കോല് കയ്യിലുണ്ട്. അവൻ പറഞ്ഞു, യോഹന്നാനെ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. ആദം മുതൽ സകല വിശുദ്ധന്മാരെയും പൂട്ടിയ പിശാചിന്റെ താക്കോൽ ദാണ്ടെ എന്റെ കയ്യിലുണ്ട്. നീ മരണത്തെയാണോ ഭയപ്പെടുന്നത്? ഈ പത്മോസ് നിന്നെ തകർക്കുമെന്നാണോ നീ ചിന്തിക്കുന്നത്? ഈ പത്മോസിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നാണോ ചിന്തിക്കുന്നത്? യോഹന്നാനെ, ഭയപ്പെടണ്ടടാ, മരണത്തിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. താക്കോൽ എന്റെ കയ്യില, ഞാൻ തുറന്നു കൊടുക്കാതെ ഒരൊറ്റ ഒരുത്തന്. രോഗം നിന്നെ തകർക്കുമെന്നാണോ നീ ചിന്തിക്കുന്നത്? ബന്ധനം നിന്നെ തകർക്കുമെന്നാണോ നീ ചിന്തിക്കുന്നത്? ഈ അസുഖം നിന്നെ തകർക്കുമെന്നാണോ? ഇന്ന് രാത്രിയിൽ കാൽവറിയുടെ വെളിപ്പാടിൽ ഒന്ന് ഇറങ്ങി നിൽക്കാൻ പറ്റുമെങ്കിൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, താണ്ടെ കുറച്ചു നാളത്തേക്ക് ജീവിക്കുന്നല്ല, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇതൊരു വെളിപ്പാടാ, ഇതൊരു വെളിപ്പാടാ, ഇതൊരു വെളിപ്പാടാ. ആരോ നിന്നെ നോക്കി നെഗറ്റീവ് പറയുമ്പോ യേശുവിന്റെ നാമത്തിൽ പറ, പോ പിശാചേ, പോ പിശാചേ, നിനക്ക് അധികാരമില്ല. ഇന്ന് രാത്രിയിൽ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ചിലർ ഇതിനകത്ത് സൗഖ്യമാകുന്നെന്ന്, ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ചിലർക്ക് വഴി തുറക്കുന്നെന്ന്, ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ചില കുടുംബങ്ങൾ സ്വാതന്ത്ര്യപ്പെടുന്നെന്ന്. ഇതൊരു കെട്ടുകഥയല്ല, ഇതാരോ എഴുതിയ കെട്ടുകഥയല്ല, ഇത് സത്യമായ കാര്യമാണ്. ഇത് മാത്രമേ സത്യമുള്ളൂ, വേറെ എല്ലാം ഭോഷ്കാണ്. ഇത് മാത്രമാണ് സത്യം. നിന്നെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. പക്ഷെ നീ ഇത് അറിയരുതെന്ന് പിശാച് ആഗ്രഹിക്കുന്നു. നീ ഇത് അറിയരുതെന്ന് പിശാച് ആഗ്രഹിക്കുന്നു. ഉണ്ടോ നിങ്ങൾ ഇന്ന് രാത്രിയിൽ? എവിടെയൊക്കെയോ ഭയപ്പെട്ട ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? ആൻഡ് നിങ്ങളുടെ മേൽ ഇത് വ്യാപരിക്കുകയാ. ഇന്ന് ഒരു അസാധാരണ ധൈര്യം നിങ്ങളുടെ മേൽ വീഴുകയാ. എവിടെയൊക്കെയോ ചില കുടുംബങ്ങൾ ഇതിനകത്തുനിന്ന് പുറത്തു വരികയാ. നിന്നെ തകർക്കുമെന്ന് നീ ഭയക്കുന്നത് യേശുവിന്റെ നാമത്തിൽ കാൽവറിയുടെ വെളിപ്പാടിൽ തൊടരുത്, മിണ്ടരുത്, മിണ്ടരുത്. പ്രാർത്ഥിച്ചു കേൾക്കേ. ഇന്ന് രാത്രിയിൽ ചില പൈശാചിക മുഖങ്ങൾ ഇതിനകത്തുനിന്ന് കീഴടങ്ങുക. ചിലരുടെ ശരീരം സ്വാതന്ത്ര്യം പ്രാപിക്കുക, ചിലരുടെ ശരീരം സ്വാതന്ത്ര്യം പ്രാപിക്കുക. വിട്ടുപോകുക. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകുക. പ്രാർത്ഥിച്ചു കയറിയേ, പ്രാർത്ഥിച്ചു കയറിയേ. ഓ റോക്കോ ഷാഥേ ലേ ലബാ റേക്കേ ഷാഥേ. ലാ റക
ഒരു കാര്യം കൂടെ കുഞ്ഞെ, ഒരു കാര്യം പറയും, ഇതൊരു വെളിപ്പാടാ. എനിക്കറിയാവുന്നൊരു കർത്താവിൻ്റെ ദാസനുണ്ട്. ഹല്ലേലൂയ. അതേയോ മനുഷ്യൻ കുഞ്ഞായിരിക്കുമ്പോൾ ഇതൊരു വെളിപ്പാടായിട്ട് നിന്റെ തലേക്ക് എറിയാൻ നീ ചിലതിനെ അതിരിട്ട് നിർത്തുമെന്ന്. അതിരിട്ട് നിർത്തും. നിന്റെ അപ്പനെ തകർത്തത്, നിന്റെ വല്യപ്പനെ തകർത്ത് ചിലതിനെ നീ ഇന്ന് അതിരിട്ട് നിർത്തും. ആ കുഞ്ഞ് കർത്താവിൻ്റെ അഭിഷേകത്തിന് എന്നോട് പറഞ്ഞത്, ആ ദൈവ മനുഷ്യൻ, അദ്ദേഹം ശക്തനായ ദൈവദാസന, അദ്ദേഹത്തിൻ്റെ 9ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നടക്കുന്ന പൈശാചിക മുഖങ്ങളെ അദ്ദേഹത്തിന് അറിയാം. പുറത്തു വരാൻ പറ്റാതെ കിടക്കുന്ന ഹല്ലേലൂയ പൈശാചിക ബന്ധനങ്ങളെ അദ്ദേഹത്തിന് അറിയാം. ആ മനുഷ്യൻ, കൊച്ചു മനുഷ്യൻ മാത്രം, ആ 8 വയസ്സുള്ളവൻ മാത്രം വിശ്വാസത്തിൽ വന്നു. അദ്ദേഹം പറഞ്ഞത്, ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരിക്കൽ സ്കൂളിൽ പോകുമ്പോൾ അറിവില്ല എന്ന് എനിക്ക് അദ്ദേഹത്തിന് വെളിപ്പാടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാ, എനിക്ക് അറിയത്തില്ല എങ്ങനെ പറയണമെന്ന്. പക്ഷെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഹേ പിശാചേ, നിനക്ക് ഇവിടം വരെ വരാം, ഇതിനപ്പുറം കടക്കണമെങ്കിൽ നീ എന്നോട് ചോദിക്കണം. ഉണ്ടോ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു 8 വയസ്സുള്ളവൻ വരച്ചാൽ എത്രത്തോളം വരയ്ക്കും? എൻ്റെ കുഞ്ഞു വീടിൻ്റെ മുമ്പിൽ എൻ്റെ കുഞ്ഞുകാല് കൊണ്ട് ഞാൻ വരച്ചിട്ട് പറഞ്ഞു, ഹേ പിശാചേ, നിനക്ക് ഇവിടം വരെ വരാം, ഇതിനപ്പുറം കടക്കണമെങ്കിൽ നീ എന്നോട് ചോദിക്കണം. ഞാൻ പറഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വരമാഞ്ഞു പോയി, മഴ പെയ്തു. പക്ഷെ ഞാനായിരിക്കുന്ന ദൈവസഭയിൽ ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ കേരളത്തിൽ നിന്നൊരു ശക്തനായ പ്രവാചകൻ വന്നു. ഞാൻ ഈ വരച്ച കാര്യം ആർക്കും അറിയത്തില്ല. പക്ഷെ ആ പ്രവാചകൻ വന്ന് എൻ്റെ അപ്പൻ്റെ തലയിൽ കൈവച്ച് ഇങ്ങനെ പറഞ്ഞു, നിന്റെ കുടുംബത്തെ തകർക്കാൻ നാളുകളായി പിശാചു പദ്ധതിയിട്ട് കാത്തിരിക്കുന്നു. പക്ഷെ നിന്റെ വീടിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യാൻ അവന് പറ്റുന്നില്ലെന്ന്. നിന്റെ കുടുംബത്തെ തകർക്കാൻ നാളുകളായി പിശാചു പദ്ധതി ഇടുന്നു. നിന്റെ വീടിന്റെ മുമ്പിൽ കിടക്കുന്ന ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യാൻ ചിലർ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുക. പക്ഷെ ചിലർ ആത്മാവിൽ ഇന്ന് ബൗണ്ടറി ഇടുകയാ. നിന്നെ ഏൽപ്പിച്ച പട്ടണങ്ങൾക്ക്, നിന്റെ കുടുംബത്തിന് ഇന്ന് രാത്രിയിൽ ബൗണ്ടറി ഇടാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? വിഷ്ണു ഇന്ന് രാത്രിയിൽ ചിലതിന് ബൗണ്ടറി ഇടണം. ദൈവദാസന്മാർ ഇന്ന് രാത്രിയിൽ ബൗണ്ടറി ഇടണം. ഈ മാവേലിക്കര പട്ടണത്തിൽ നമ്മൾ ആത്മാവിൽ ഇന്ന് രാത്രിയിൽ ബൗണ്ടറി ഇടണം. ഉണ്ടോ നിങ്ങൾ? വെളിപ്പാടുള്ളവന്റെ വാക്കുകളെ പിശാചു ഭയക്കും. വെളിപ്പാടുള്ളവന്റെ ക്രൂശിന്റെ വെളിപ്പാടുള്ളവന്റെ വാക്കുകളെ, കാരണം അവൻ ശാസിച്ചാൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല, അവൻ പറഞ്ഞാൽ എനിക്ക് കീഴടങ്ങാതിരിക്കാൻ ഉണ്ടോ നിങ്ങൾ? നിങ്ങൾ പ്രസംഗം കേൾക്കുകയാണോ ഇന്ന് രാത്രിയിൽ? നിങ്ങൾ പ്രസംഗം കേൾക്കല്ലേ? നിങ്ങൾ പ്രസംഗം കേൾക്കരുത്. പ്രസംഗിക്കാൻ പിന്നീട് ഒരു സമയത്ത് ഞാൻ അവസരം തരാം. പക്ഷെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ നിന്ന ചില മുഖങ്ങള് ഇന്ന് കീഴടങ്ങണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, പുഷ്ടി നിമിത്തം മുഖം തകരും. പുഷ്ടി നിമിത്തം മുഖം. ചില മുഖങ്ങളെ ആത്മാവിൽ കുടഞ്ഞു കളയുന്ന ചില മുഖങ്ങളെ ആത്മാവിൽ Lo roko shante le raba. കാൽവരിയിൻ വൈരികളിൻ ആയുധം നിർവീര്യമായി, അടിപ്പിണരിൽ വ്യാധികളിൻ വേരുകൾ നിർജീവമായി. കാൽവരിയിൻ വൈരികളിൻ ആയുധം നിർവീര്യമായി, അടിപ്പിണരിൽ വ്യാധികളിൻ വേരുകൾ നിർജീവമായി. നമ്മളൊരു 5 മിനിറ്റും കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഡാനി ദേവദാസന്മാർ എല്ലാവരും കൂടി കയറിയായി. ഇനി അടുത്ത ലോകം ഈസ്റ്റർ ആഘോഷിക്കണമെങ്കിൽ ഒരു 365 ദിവസം കാത്തിരിക്കണം.
ഇന്ന് നമ്മൾ ചിലതിനെ തകർത്തിട്ടേ ഡിക്ലെയർ ചെയ്തിട്ടേ പോത്തോളൂ. ഡാനി ഒരു 5 മിനിറ്റ്, ഒരു 2-3 മിനിറ്റിനകത്ത് നമ്മൾ ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവ സൈന്യാധിപൻ യേശു, സർവ അധികാരിയാമേശു, സർവനാമത്തിലും മേലെ സർവശക്തനാകും യേശു, സർവ സൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാതിരാജനെ കർത്താതി കർത്തനെ താൻ മാത്രം അമർത്യത ഉള്ളവനെ, വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. സർവ സൈന്യാധിപൻ യേശു, സർവ അധികാരിയ യേശു, സർവനാമത്തിനു മേലെ സർവശക്തനാകും യേശു. കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമായി, ആഴിപ്പിണരിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമായി. കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമായി, ആഴിപ്പിണരിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമായി. മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷാദായകൻ. ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷാനായകൻ. സർവ സൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനു മേലെ സർവശക്തനാകും യേശു. സർവ സൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനു മേലെ സർവശക്തനാകും യേശു. സ്തോത്രം പാടിടാം വാക്കായിൻ താഴ്വരയോ ബറാക്ക ആയിടുമേ. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. പാപ്പായിൻ താഴ്വരയോ ബറാക്ക ആയിടുമേ. സൈന്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധ ആത്മാവിനാൽ, സൈന്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധനാം ആത്മാവിനാൽ, സൈന്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധനാം ആത്മാവിനാൽ, സൈന്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധനാം ആത്മാവിനാൽ. സൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനു മേലെ സർവശക്തനാകും യേശു. രാജാതിരാജനെ കർത്താതി കർത്തനെ താൻ മാത്രം അമർത്യത ഉള്ളവനെ, വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. സർവ സൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനു മേലെ സർവശക്തനാകും യേശു. കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമായി, അടിപ്പിണരിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമായി. കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമായി, അടിപ്പിണരിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമായി. ക്രൂശിൽ മുഴങ്ങിയ
കർത്താവ് രക്ഷനായകൻ ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം. യേശു കർത്താവ് രക്ഷനായകൻ ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം. യേശു കർത്താവ് ഓ സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയ യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോവുക. ഇതാണ് സത്യം. നമ്മളെ ജയാളികൾ. അധികാരം കർത്താവിന്റെ കയ്യിലാണ്. എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു, സകലത്തിനും മീതെ അവനെ ഇരുത്തി. സകലം നിറയ്ക്കുന്നവരെ നിറമായ അവന്റെ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. എവിടെയൊക്കെയോ ഇന്നലകളിൽ കേട്ട ചില ശബ്ദങ്ങളെ, ആരോ നിന്നെ നോക്കി പറഞ്ഞ വാക്കുകളെ ഭയക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കൊണ്ട് അത് മാറണം. ആയുധമില്ലാത്ത ഒരുത്തിനോട് കൂടിയാണ്, അവനെയാണ് നാം ഭയക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ ഒരു സ്വാതന്ത്ര്യം കൽപ്പിക്കുന്നു. പിതാവെ അവിടുത്തെ കരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ അങ്ങയുടെ കരത്തിൽ തരുന്നു. വലിയ വിടുതലുകൾ കർത്താവെ ഡിക്ലെയർ ചെയ്യുന്നു. ഞങ്ങൾ ഇന്നലെ ഭയന്നതൊന്നും നീ ഇവരെ ചൂണ്ടാതെ വണ്ണം ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ
ഇവിടെയുള്ള ഓരോരുത്തരുടെ മേലും വീഴട്ടെ. സഹായിക്കണം. ആൻസൺ പാസ്റ്ററുടെ യാത്രകളിൽ കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.